താങ്ക്സ്. എന്നെ സംബന്ധിച്ചൊരു ഇറിറ്റേറ്റിംഗ് ഹെഡേക്ക് ആയിരുന്നു. താങ്ക്സ് അലോട്ട്. അവൻ ചത്തുപോകുന്നില്ലല്ലോ. ഓ, അതൊക്കെ മുതലാളിയുടെ സമയഗുണം പോലെ ഇരിക്കും. പണി കള്ളം കാണിക്കുന്നവനല്ലേ ദേവരാജ്. കാശ് മേടിച്ച് ചുമ്മാ ഞണിയാ പോരാ, മേടിച്ച കാശിന് പണിയെടുക്കണമെന്നാണ് പറയിച്ച് പഠിപ്പിച്ചിരിക്കുന്നത്. പറയിച്ചിന് മനസ്സിലായോ? എൻ്റെ ഗുരു അദ്ദേഹത്തിന് ബാക്കിയൊന്നും തെറ്റിക്കില്ല. മുതലാളി തല്ലാൻ പറഞ്ഞു, നല്ല വൃത്തിയായിട്ട് മർമ്മം ചേർത്ത് കീച്ചിട്ടു. ചത്തുപോകാൻ പറ്റില്ല, കുറെ കാലം കൂടെ അങ്ങനെ കിടക്കും. ഒരു കണക്കിന് ചത്തുപോകുന്നത് അവന് നല്ലത് എന്ന് വെച്ച് ഞാനത് ചെയ്യാൻ പാടില്ലല്ലോ. തല്ലാൻ പറഞ്ഞാൽ തല്ലുക, കൊല്ലരുത്. കൊല്ലാൻ പറഞ്ഞാലോ? പറഞ്ഞില്ലല്ലോ, പറഞ്ഞെന്ന് വെക്കുക. അങ്ങനെ ഇമാജിനറി ക്വസ്റ്റ്യൻസിന് മറുപടി പറയേണ്ട ബാധ്യത എനിക്കില്ല. തുറന്ന് പറ മുതലാളി, കൊല്ലണോ? വേണം. ആരെ? എന്തിന്? എന്തിന്? അത് നൺ ഓഫ് യുവർ ബിസിനസ്. സോറി, ആരെ? അത് പറയാമല്ലോ. ഇത് മാധവൻ തമ്പി, റിംഗ് വാലി പ്ലാന്റേഷൻസിന്റെ ഉടമ. അയാളുടെ ഭാര്യ ദേവകി, മകൾ നന്ദു, അളിയൻ ശങ്കരൻ, ശങ്കരന്റെ മകൻ രഘു. ഫോട്ടോ കുറച്ച് പഴയതാണ്, രൂപൊക്കെ മാറിക്കാണും. ഇതില് നമുക്ക് വേണ്ട കക്ഷി ആരാ? അല്ല സോറി, ഭൂമിക്ക് വേണ്ടാത്ത കക്ഷി ആരാ? മാധവൻ തമ്പി. മാധവൻ തമ്പി മാത്രം. ചോദ്യം അനാവശ്യമാണെന്നറിയാം, എന്നാലും ക്യൂരിയോസിറ്റി താങ്ങുന്നില്ല മുതലാളി. ഈ മാധവൻ തമ്പി മുതലാളിയുടെ ആരാ? എന്റെ അച്ഛൻ. ഞാൻ ആദ്യ ഭാര്യയുടെ മകനാണ്. ഇപ്പൊ കൂടെയുള്ളത് വെപ്പാട്ടിയും മോളും. വെപ്പാട്ടിയുടെ മോളാണെങ്കിലും ആ കൊച്ചു പെങ്ങളല്ലേ മുതലാളി? എന്നാൽ എനിക്കുള്ളത് അവര് തിന്നല. തന്തയ്ക്ക് പറക്കണമെങ്കിൽ ഇങ്ങനെ പറക്കണം. പിന്നീട് എന്തുണ്ടായി? എന്തുണ്ടാകാൻ ബ്രദേഴ്സ്, ഈ പ്രേമത്തിന് കണ്ണില്ല എന്നൊക്കെ പറയുന്നത് വെറുതെയാ. പ്രേമത്തിന് കണ്ണുണ്ട്. അതുകൊണ്ടല്ലേ മാധവൻ തമ്പിയുടെ മകൾ നന്ദു അവനെ അങ്ങോട്ട് കയറി പ്രേമിച്ചത്. അപ്പൊ തമ്പിയുടെ മോളെ നന്ദൂന്ന് ദേവരായനെ അറിഞ്ഞൂടായിരുന്നോ? ഇല്ല, നന്ദുവിനെ എവിടെയോ വെച്ച് കണ്ടു. അവര് തമ്മിൽ പ്രേമമായി. പിന്നെ ഒളിച്ചോട്ടമായി രജിസ്റ്റർ മാരേജായി. അത് കഴിഞ്ഞ് ഫസ്റ്റ് നൈറ്റ് ആയി, സെക്കൻഡ് നൈറ്റ് ആയി, ഡേ നൈറ്റ് ആയി, പെണ്ണു മാതാവായി. ഇതിനിടയ്ക്ക് അമ്മായിപ്പനെ കയറി തല്ലാൻ പറ്റുമോ? ഇവനാണെങ്കിൽ കാശും മേടിച്ചു പോയി. ആരെയെങ്കിലും തല്ലിയില്ലെങ്കിൽ അത് വലിയ നീതികേടാകും എന്ന് ഞാൻ പറഞ്ഞു. ആ അക്കൗണ്ടിലാണ് അമ്മ അവൻ ചട്ടൻ ചങ്കരന്റെ കാല് തല്ലി ഓടിച്ചത്. ഈ വറീജന്റെ ലാംഗ്വേജ് ഒരു സെമിനാരിയുടെ അന്തസ്സിന് യോജിച്ചതല്ല. ദൈവശാസ്ത്രം പഠിപ്പിക്കുന്നതിനിടെ എന്തിനാണോ ഒരു ഗുണ്ടയുടെ കഥ പറയുന്നത്? ഇച്ചിരി എരിവും പുളിയില്ലാത്ത പഴയതുപോലെ തിയോളജി അങ്ങ് ഏക്കത്തില്ല അച്ചോ. ഈശോയെ, അപ്പു ജനിച്ചതോടെ ദേവരാജൻ പുതിയൊരാളായി. പുറത്തെന്തു വായിക്കോ, പക്ഷെ ഇതുപോലുള്ള ക്ലാസ്സുകളില് ഞാൻ കുറച്ചുകൂടി റിഫൈൻഡായ വാക്കുകൾ ഉപയോഗിക്കണമെന്ന് അവൻ എന്നെപ്പോലും ഉപദേശിച്ചിരുന്നു. കാര്യം വലിയ വിദ്യാഭ്യാസമൊന്നും ഇല്ലെങ്കിലും അന്തം വിട്ട കോമൺ സെൻസ് അല്ലേ ദേവരാജന്. പിന്നെ ബിസിനസ് കാര്യങ്ങളില് അവൻ മാധവൻ തമ്പിയുടെ റൈറ്റ് ഹാൻഡായി. അങ്ങനെ അപ്പുവിന്റെ 2ാം പിറന്നാൾ കഴിഞ്ഞതിന്റെ 5ാം പക്കം മാധവൻ തമ്പി മരിക്കുന്നു. തമ്പിയെ ആരോ കൊന്നതാണ്. ആര്? ദേവരാജനൊഴികെ മറ്റാരുമാകാം. പക്ഷെ കേസും പോലീസും വന്നപ്പോ ദേവരാജന്റെ പൂർവ്വചരിത്രം ഒരു പ്രശ്നമായി. തമ്പിയുടെ ആദ്യ ഭാര്യയുടെ മകൻ പിടിയിലായപ്പോ അവൻ ദേവരാജനെ ഒറ്റി. അതോടെ സാഹചര്യ തെളിവുകൾ എതിരായി ദേവരാജൻ ശിക്ഷിക്കപ്പെട്ടു 5 വർഷത്തേക്ക്. ശിക്ഷ കഴിഞ്ഞ് പുറത്തിറങ്ങിയ ദേവരാജനെ നന്ദു സ്വീകരിച്ചില്ല. പകരം കേസ് കൊടുക്കുകയാണ് ചെയ്തത്. വിവാഹമോചന കേസ്. ചട്ടൻ ചങ്കരയുടെ മനസ്സിൽ സ്വപ്നങ്ങൾ വേറെയായിരിക്കും. രഘു അങ്ങനെ പുര നിറഞ്ഞു നിൽക്കുകയല്ലേ. കേസും ബഹളവും അതിന്റെ വഴിക്ക് അങ്ങനെ നടക്കുന്നു. പക്ഷെ അതിന്റെ പേരിൽ ദേവരാജനും അപ്പവും തമ്മിലാകുന്നില്ല, കൂടുതൽ അടുക്കുകയാണ് ചെയ്തത്. അവധിക്കാലങ്ങളിൽ കുറച്ചു ദിവസം അപ്പുവിനെ കൂടെ നിർത്താൻ കോടതി ദേവരാജനെ അനുവദിച്ചു. അടുത്ത അവധിക്കാലമായി ഇത്തിരി കാശുണ്ടാക്കാൻ തലയും കുത്തി നിന്ന് ശ്രമിക്കുകയാണ് പാവം ദേവരാജൻ. ആശാനേ, ദേവരാജനാശാനേ, ഓടിവായോ, ഒരു കത്തുണ്ട്. അച്ചുവേ, ഓടിവായോ, ഒരു കത്തുണ്ട്. അച്ചുവേ. ആരാണാവോ രാവിലെ ആശാനെ ലേലം വിളിക്കണത്? ഇങ്ങോട്ടാ. ആ മാസ്റ്റർക്ക് ഒരു ലവ് ലെറ്റർ ഉണ്ട്. നമ്മുടെ സർക്കിൾ ഇൻസ്പെക്ടറിന്റെ ആണ്. ആര്? ഏലിയമ്മ? അല്ലെന്ന്, തൊരപ്പൻ അവരാൻ. കോട്ടമല പെരുന്നാളിന് മാഷാനെ തല്ലി ഓർമ്മയില്ലേ? ഓ, നോർത്തിലെ സർക്കിള്. അവൻ എനിക്കെന്തിനാ എടുത്തു വിട്ടത്? നീ അതൊന്ന് വായിച്ചേ. പ്രിയപ്പെട്ട ദേവരാജൻ വായിച്ചറിയുവാൻ CI അവറാച്ചൻ എഴുതുന്ന കത്ത്.
മാറി നിൽക്ക് സാറേ, ഞങ്ങളൊന്ന് കാണട്ടെ. ആൾക്കാർക്ക് കാണാവുന്ന പോലെ മാറി നിൽക്കടാ റാസ്കൽ. മറക്കടാ റാസ്കൽ. എന്റെ പൊന്ന് ദേവരാജ, നീ ഇത് കേട്ടല്ലോ അല്ലേ? അതാരാണെന്ന് മനസ്സിലായോ? മണ്ടരി മാത്തനാടാ, മണ്ടരി. പഴയ സർക്കിളിനെ കുത്തിക്കൊന്ന മാത്തൻ മണ്ടരി. നീ അവന്റെ മീശ കണ്ടോ? ബെസ്റ്റ്. അവരാരെങ്ങനെ മാത്തന്റെ മടയിൽ ചെന്ന് വിട്ട് സർക്കിള് കുത്തുകൊണ്ട് വീണപ്പം ഞാനാണല്ലോ അന്ന് മാത്തനെ അറസ്റ്റ് ചെയ്തത്. കോടതി അവനെ ജീവപര്യന്തം ശിക്ഷിച്ചപ്പോ അവന്റെ പാവം പിടിച്ച പെണ്ണും പിള്ളയ്ക്ക് ആരും ഇല്ലല്ലോ എന്നൊരു തോന്നല്. എന്റെ ഭാര്യയും മക്കളെയും നോക്കുന്നതിലും കാര്യമായിട്ടാ ഞാൻ മാത്തന്റെ പെണ്ണിനെയും പിള്ളേരെ നോക്കുന്നേ. ഉവ്വ, പിള്ളേരെ നോക്കി. ചുമ്മാ പുളു പഠിക്കാതിന്റെ സാറേ. ഓസ് പറ്റിയില്ലെന്ന് ഞാൻ തീർത്തു പറഞ്ഞേ പിന്നെ എനിക്ക് മാത്രം വല്ലപ്പോഴും വെല്ലം തരും. ശവത്തി കുത്താതടി. നീ ബാക്കി കൂടെ എഴുത്. ഈ മാസത്തെ ശമ്പളം കിട്ടിയപ്പോൾ പതിവ് പോലെ ഞാൻ ഇത്തിരി അരി സാമാനം വാങ്ങിച്ചുകൊണ്ട് മാത്തന്റെ വീട്ടിൽ വന്ന് കയറി. എന്റെ ദേവരാജ, നമ്മുടെ ആഭ്യന്തരമന്ത്രി എന്ന് പറയുന്ന തെണ്ടി ഏതൊരു ചതിയെ. അയാൾ അവന് പാരോള് കൊടുത്തടാ മാത്തന്. എന്നിട്ടെന്ത്? അവൻ എന്നെ ഒരു മുറിയിലിട്ട് പൂട്ടി വെച്ച് ടിക്കറ്റ് വെച്ച് നാട്ടുകാരെ കാണിക്കുവോ. ഡിപ്പാർട്ട്മെന്റിൽ അറിഞ്ഞ എന്റെ ഗതി നിനക്കറിയാലോ. കോട്ടമല പെരുന്നാളിന് നടന്ന സംഭവങ്ങളൊക്കെ നീ മറക്കണം ദേവരാജ. അല്ലെങ്കിൽ തന്നെ മറക്കാൻ എന്തിരിക്കുന്നു? അടി മുഴുവൻ ഞാനല്ലേ കൊണ്ടത്. ഈ കത്ത് കിട്ടിയാലും ഇല്ലെങ്കിലും നീ ഉടനെ ഇവിടം വരെ വന്ന് എന്നെ രക്ഷിക്കണം പ്ലീസ്. അമ്മാവും കൊണ്ട് ചോദിക്കണല്ല, കൊച്ചു വിച്ചാത്തി വല്ല എടുക്കണ. മാത്രം എന്തെങ്കിലും കൊണ്ടുവരാതിരിക്കൂടാ. ആളെണ്ണം കൂടുതലാണോ? ഓ, എണ്ണം നോക്കാതെ അടിക്കുന്ന ആളല്ലേ. ഹലോ, മിസ്റ്റർ മാത്യുവിന്റെ വീട് തന്നെയല്ലേ? ഏത് മാത്യു? മണ്ടരി മാത്യു. മണ്ടരി മണ്ടരി. ആ, അത് ഞാനാ. നീ ഏതാ? ഞാൻ അച്ചു. നിന്നോടല്ല. പറയാൻ ചേട്ടാ, ആരുടെയെങ്കിലും കയ്യിൽ നല്ല വീതിയുള്ള ഈരടത്തോർത്തുണ്ടോടേ. ടർക്കി ആയാലും മതി, നല്ല വീതി വേണം. പുതിയതാവണമെന്നില്ല, പഴയതായാലും മതി. യൂസ് ചെയ്തതേ ഹോളുണ്ട്, കുഴപ്പമുണ്ടോ? പണ്ടൊക്കെ ചട്ടമിമാരെന്ന് പറയുമ്പോ തലയൊരു കെട്ട് കാണുമായിരുന്നു. ഇപ്പൊ പരിഷ്കാരം കയറി മൂത്തുമത്ത് തലക്കെട്ട് കാണേ പഞ്ചാബി പോണോ? ഇല്ലേ, പഞ്ചാബി ഹൗസ് കാണണം. നീ അണ്ടർ ഇട്ടിട്ടുണ്ടോ? ഞാനത് ഉപയോഗിക്കില്ലെന്ന് മാഷിന് അറിയില്ലേ? നിന്നോടല്ലേ? ഉണ്ട്. ഏതാ ഇനം? ഷഡ്ഡിയ? അല്ല, ബെർമൂട. അയ്യോ, പരിഷ്കാരം എന്ന് കേട്ടോ. നല്ല ഇറക്കമുണ്ടോടെ, നാറ്റിക്കരുത്. എന്തിനാണ്? അതെ, രണ്ടറ്റവും കൂട്ടി തയ്ച്ചിട്ടേ ഒരു 10 കിലോ അരി മേടിക്കാനാ. ഇതേ നല്ല ഒന്നാന്തരം ഉണ്ടാ. ഇതിങ്ങനെ ചെളിയിലിട്ട് ഉരുട്ടിയാലേ ഇവന് പണിയാവും. മണ്ടരേശൻ, ഒന്ന് ഇങ്ങോട്ട് വന്നേ, ഒരു സുകാര്യം പറയാനാ. എന്നിട്ട് പോയിരുന്നു കളിച്ചോ. ദേവരാജ കത്തിയെടുക്കുന്നു. വലിഞ്ഞ മക്കളെ, ഇവൻ പെശക. നിനക്ക് ഞാനും എന്റെ പരോളിന്റെ കാലാവധി കഴിഞ്ഞു. ഞാൻ പോവാ. അല്ല, ആശാമട്ട് കുറച്ച് ദിവസമല്ലേ ഉള്ളൂ. പോടാ പന്നി. എങ്ങടാ പോണത്? താൻ പോണില്ലേ? എന്റെ മുണ്ട് എന്റെ മുണ്ടിലേ കാണായിരുന്നു. അല്ല, ബെർമൂഡിലേ കാണായിരുന്നു പറഞ്ഞു. ബർമുട ഇല്ലായിരുന്നെങ്കിൽ കാണായിരുന്നു. അതെ അതെ. കാണാൻ പറ്റിയ ഉരുവം.